ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ എടുക്കാൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ 2024 സെപ്റ്റംബർ നടക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആൻസർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ആൻസർ ഉണ്ട്. ഓക്കെ, ഇൻ ദ ഫിഗർ എ ബി ഈക്വൽ ടു ക്യു ആർ, ബി സി ഈക്വൽ ടു പി ആർ, എ സി ഈക്വൽ ടു പി ക്യു, ആംഗിൾ എ ഈക്വൽ ടു 50 ഡിഗ്രി, ആംഗിൾ ബി 60 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ സി? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ പി? ചിത്രത്തിൽ എ ബി സമം ക്യു ആർ, ബി സി സമം പി ആർ, എ സി സമം പി ക്യു. കോൺ എ ഈക്വൽ ടു 50 ഡിഗ്രി, കോൺ ബി 60 ഡിഗ്രിയാണ്. കോൺ സിയുടെ അളവെത്ര, കോൺ പിയുടെ അളവെത്ര? അപ്പോൾ നമ്മളിതിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ സം ഓഫ് ദി ആംഗിൾസ്, ട്രയാങ്കിളിൻ്റെ സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. ആ 180 ഡിഗ്രിയിൽ നമുക്കിവിടെ 50യും 60യും ഉണ്ട്, അതായത് 50ഉം 60ഉം ഉണ്ട്. അപ്പോൾ 50ഉം 60ഉം കൂട്ടിയാൽ 110. അപ്പോൾ ഇത് കാരണം നമ്മൾ 180ൽ നിന്ന് 110 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടിയത്? 70 ഡിഗ്രിയാണ്. ഓക്കെ, 70 ഡിഗ്രി. അപ്പോൾ നമ്മൾ കോൺ സി എന്ന് പറയുന്നത് 70 ഡിഗ്രി എന്ന് എഴുതി. ഓക്കെ, ഇനി ഇതെല്ലാം സമമാണെന്ന് പറഞ്ഞു അല്ലേ? എ ബി ഈക്വൽ ടു ക്യു ആർ, അതേപോലെ തന്നെ എല്ലാം സമമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എ ബിയും ക്യു ആറും നമ്മൾ ആദ്യം പരിഗണിക്കാം. അപ്പോൾ എ ബിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? ഓപ്പോസിറ്റ് ആംഗിൾ സി ആണ്. ഓക്കെ, കോൺ സി ആണ്. അതേപോലെ എ ബിക്ക് ഈക്വൽ എന്ന് പറഞ്ഞത് ക്യു ആർ ആണ്. ക്യു ആറിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ പി ആണ്. അപ്പോൾ ആംഗിൾ സിയും ആംഗിൾ പിയും എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ ആംഗിൾ പി എന്ന് നമുക്ക് എത്ര കിട്ടി? 110 ഡിഗ്രി കിട്ടി. അപ്പം പിന്നെ ആംഗിൾ പിയും എന്തായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആംഗിൾ സിയുടെ അളവ് 110 ഡിഗ്രി, ആംഗിൾ പിയുടെ അളവ് 110 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 added to 3 times a number gives 32. വാട്ട് ഈസ് ദ നമ്പർ? ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 32 കിട്ടി എങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ ഒരു സംഖ്യയുടെ 2 ഈസ് ആഡഡ് 3 ടൈംസ് ഓഫ് എ നമ്പർ. അപ്പോൾ നമ്മൾ 3 ടൈംസ് ഓഫ് എ നമ്പർ എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എക്സ് എടുക്കാം. അപ്പോൾ 3 ടൈംസ് എന്ന് പറയുന്നത് 3x, 3x. അതിനോട് എന്താ കൂട്ടിയത്? 2 ആഡഡ് എന്നാണ് പറഞ്ഞത്. അപ്പം 3x + 2 ഈക്വൽ ടു എത്രയാണ്? 32 ആണ്. ഓക്കെ, അപ്പോൾ 3x ഈക്വൽ ടു 32 മൈനസ് 2, അതായത് ഇവിടെ ഉള്ള +2 അവിടെ ചെല്ലുമ്പോൾ മൈനസ് ആവും. 3x സമം 30. അപ്പോൾ എക്സ് കാണാൻ എന്താ ചെയ്യുക? 30 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് എത്രയാണ്? 10. അപ്പോൾ ആൻസർ എത്രയാണ്? നമ്മുടെ ആൻസർ 10 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ പോളിഗൺ വിത്ത് ഓൾ ആംഗിൾസ് ഈക്വൽ, വൺ ഇന്നർ ആംഗിൾ ഈസ് 144. What is the measure of the outer angle? How many sides does it have? അപ്പോൾ മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 180 മൈനസ് 144. ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും തമ്മിൽ എന്തായിരിക്കും? ലീനിയർ പെയർ ആയിരിക്കും, അതായത് അവ രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി 180ൽ നിന്ന് 144 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 180ൽ നിന്ന് 144 മൈനസ് ചെയ്താൽ എത്രയായിരിക്കും? 36 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? എല്ലാ കോണുകളും തുല്യമായ ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണിൻ്റെ അളവ് 144 ആണ്. ഈ ബഹുഭുജത്തിൻ്റെ പുറംകോണിൻ്റെ അളവ് അത് കാണാൻ എന്താണ് ചെയ്യേണ്ടത്? 150ൽ നിന്ന് 144 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 36 കിട്ടി. ഇനി അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? അതിന് എത്ര സൈഡ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 30 നമ്പർ ഓഫ് സൈഡ്സ് കാണാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് 360നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സൈഡ്സ് കിട്ടി. 10 സൈഡ്സ് ആണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ എ ബി ഈക്വൽ ടു ബി സി, ആംഗിൾ എ ഈക്വൽ ടു 40 ഡിഗ്രി, ആംഗിൾ ഈക്വൽ ടു 40 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ സി? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ബി? ഈ ചിത്രത്തിൽ എ ബി ഈക്വൽ ടു ബി സി ആണ്. കോൺ സിയുടെ അളവെത്ര? കോൺ ബിയുടെ അളവെത്ര?
ഇവിടെ എ ബി ഈക്വൽ ടു ബി സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും, ആംഗിൾ എയും ആംഗിൾ സിയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 40 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ആംഗിൾ ബിയുടെ അളവ് എത്ര എന്നാണ് ചോദിച്ചത്. ഇത് രണ്ടും 40 ഡിഗ്രിയാണ്. അതായത് ഇത് എ 40 ഡിഗ്രി, ബി സി 40 ഡിഗ്രി, അത് കൂട്ടിയ 80 ഡിഗ്രി കിട്ടി. അപ്പോൾ മൊത്തത്തിൽ എത്രയാണ്, 180 ഡിഗ്രിയാണ്. അതിൽ നിന്ന് നമ്മൾ 80 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ആംഗിൾ കിട്ടും. അതായത് കോൺ ബിയുടെ അളവ് കിട്ടും. ആംഗിൾ ബിയുടെ അളവ് എത്രയാണ്, അപ്പോൾ 100 ഡിഗ്രിയാണ്. ഓക്കെ, ആംഗിൾ ബിയുടെ അളവ് 100 ആണ്. കാരണം എന്താണ്, ഇത് ഈക്വൽ ആയതുകൊണ്ട് ഈ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. 40 40 80, 180 നിന്ന് 80 മൈനസ് ചെയ്താൽ 100 ഡിഗ്രി കിട്ടി. ഇനി അടുത്തത് ഇഫ് 6 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഫൈൻഡ് എക്സ്. 6 എക്സ് മൈനസ് 2 ഈക്വൽ ടു 3 ഗുണിക്കണം എക്സ് പ്ലസ് 1 ആയാൽ എക്സ് കണക്കാക്കുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 6x, 6നെ എക്സ് കൊണ്ടും 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 6x മൈനസ് 6 ഗുണിക്കാൻ 2 12. ഇനി 3x കൂട്ടണം 3 അല്ലേ, 1 ഗുണിക്കണം 3 എന്ന് പറഞ്ഞാൽ 3നെ ഇതിനെ കൊണ്ട് ഇൻറ്റു ചെയ്തു, 6നെ എക്സ് മൈനസ് 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ചെയ്തേക്കാം. 6xനെ ഇവിടെ ഒറ്റക്കാക്കുക, എന്നിട്ട് ഇവിടെയുള്ള ആൾജിബ്ര ബീജഗണിതത്തിനെയൊക്കെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് ആക്കാം. അപ്പോൾ 6x ഇവിടെ വെച്ച് ഇവിടെ നിന്നുള്ള 3x വരുമ്പോൾ മൈനസ് ആവും. അതേപോലെ തന്നെ പ്ലസ് 3 ഇവിടെ ഉള്ളത് അല്ലേ, 3 ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള മൈനസ് 12 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 12 ആവും. ഇങ്ങനെ വരും. ഓക്കെ, ഇനി 6xനെ 3x നിന്ന് മൈനസ് ചെയ്താൽ എത്ര കിട്ടും, 6xനെ 3x നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 3x കിട്ടും. അതേപോലെ 12 കൂട്ടണം 3 എത്രയാണ്, 15. ഇനി എക്സ് ഈക്വൽ ടു എന്താണ്, 15/3, 15/3. അതായത് ഇവിടെ ഇൻറ്റു ചെയ്തിൻ്റെ ഇവിടെ എത്തുമ്പോഴത്തേന് എന്താവും, ഡിവിഷൻ ആവും. ഇവിടെ ഗുണനം വാങ്ങിച്ചാൽ ഇവിടെ എത്തുമ്പോഴത്തേ ഹരണമാവും. നേരെ ഓപ്പോസിറ്റാണ് വരിക. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്രയാണ്, 5 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടി. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ ഈക്വൽ ടു 50 ഡിഗ്രി, ആംഗിൾ ബി ഈക്വൽ ടു 70 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ സി ബി, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ സി ഡി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചോദ്യം നോക്കാം. ത്രികോണം എ ബി സിയിൽ കോൺ എ 50 ഡിഗ്രിയാണ്, കോൺ ബി 70 ഡിഗ്രിയാണ്. എ സി ബിയുടെ അളവും എ സി ഡിയുടെ അളവും നമ്മൾ കാണേണ്ടത്. എ സി ബിയുടെ അളവും എ സി ഡിയുടെ അളവുമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ എ സി ബി എന്ന് വെച്ചാൽ ആംഗിൾ സി. അപ്പോൾ നമുക്കറിയാം ഇവിടെ 50 ആണ്, ഇവിടെ 70 ആണ്. ഇവിടെ 50 ആണെച്ചാൽ ഇവിടെ 70 ആണെച്ചാൽ എത്രയായി, മൊത്തത്തിൽ എത്രയായി, 50 70 നമ്മൾ കൂട്ടിയ 120 കിട്ടി. ഈ ഒരു ട്രയാങ്കിൾ എത്രയായിരിക്കും, മൊത്തത്തിൽ 180 ആയിരിക്കും. അപ്പോൾ 180 നിന്ന് 120 നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 60 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇതെന്താണ്, സി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എ സി ബി എത്രയാണ്, 60 ഡിഗ്രിയാണ്. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, കോൺ എ സി ഡിയുടെ അളവാണ്. എ സി ഡി എന്ന് പറയുന്നത് ഇതാണ് ഔട്ടർ ആംഗിൾ. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും, ലീനിയർ പെയർ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരുന്നു, ഇവിടെ 60 ഡിഗ്രിയാണെന്ന് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 180 നിന്ന് നമ്മൾ 60 മൈനസ് ചെയ്തു, കുറച്ചു. അപ്പോൾ 180 നിന്ന് 60 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി, 120 കിട്ടി. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉത്തരം എത്രയാണ്, 120 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം. ഇഫ് എക്സ് ഈസ് എൻ ഓഡ് നമ്പർ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഓഡ് നമ്പർ. സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ഈസ് 72. വാട്ട് ആർ ദ നമ്പേഴ്സ്. എക്സ് ഒരു ഒറ്റ സംഖ്യ ആയാൽ അടുത്ത ഒറ്റ സംഖ്യ ഏത്, തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ തുക 72 ആയ സംഖ്യകൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 3 5 7 എന്നുള്ള നമ്പേഴ്സിനാണ് നമ്മൾ ഓഡ് നമ്പർ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ഒന്നിനെ നമ്മൾ എക്സ് ആയിട്ട് സങ്കല്പിച്ച് അടുത്ത ഓഡ് നമ്പർ ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നിനോട് എത്ര കൂട്ടണം, 2 കൂട്ടിയാലേ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓഡ് നമ്പറിൻ്റെ അൾജിബ്രിക് ഫോം എന്താണ്, എക്സ് പ്ലസ്
2 ആണ്. ഓക്കെ, എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തിൻ്റെ ആൻസർ എത്രയാണ്? എക്സ് പ്ലസ് 2. ഇനി നമുക്ക് സംഖ്യ കണ്ടുപിടിക്കണം. എന്താ പറഞ്ഞത്? 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, അതായത് തുടർച്ചയായ 2 ഒറ്റ സംഖ്യകൾ. അപ്പോൾ ഇത് 1 ആണെന്ന് വിചാരിക്കുക. 1ൻ്റെ കൂടെ 3 എന്ന് അടയാളപ്പെടുത്താൻ നമ്മൾ എക്സ് പ്ലസ് 2. അപ്പോൾ ഇത് രണ്ടിൻ്റെയും തുടർച്ചയായ ഇതിൻ്റെ രണ്ടിൻ്റെയും തുക 72 എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സും കൂട്ടിയാൽ 2x, 2x കൂട്ടണം 2 എത്രയാണ്? 72. ഇനി 2xനെ ഒറ്റക്ക് വെച്ചു. 72ൻ്റെ ഇടത്തേക്ക് ആര് പോയി? ഇവിടെയുള്ള 2 അങ്ങോട്ട് പോയി. അപ്പോൾ എത്രയായി? 2x = 70. അപ്പോൾ നമ്മുടെ എക്സ് ഈക്വൽ ടു എത്രയാണ്? 70/2. 70/2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 35. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ആൻസറിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇവിടെ അതായത് ഓഡ് നമ്പറാണ്, 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ 72. അപ്പോൾ 35 ആയാൽ നമുക്ക് 35 ആണ് നമ്മുടെ ആൻസർ കിട്ടുക. അതിൻ്റെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 37 ആണ്. 7 5 12 ബാക്കി 1 1 3 3 6 6 3 7. അപ്പോൾ ഉത്തരം നമ്മളുടെ ശരിയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഡ്രോ എ ലൈൻ 8.5 cm. ഡ്രോ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 4.25 cm. നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് 3 ക്വസ്റ്റ്യൻ പേപ്പറിലും കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൻ്റെ പാറ്റേണും നമ്പറൊക്കെ മാറുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പഠിക്കണം. അതേപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, ഈ 3 കാര്യങ്ങളും നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ചോദ്യം. ദ ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ഇറ്റ്സ് ഔട്ടർ ആംഗിൾ. ഫൈൻഡ് ദ മെഷർ ഓഫ് ദ വൺ ഔട്ടർ ആംഗിൾ. ഫൈൻഡ് ദ മെഷർ ഓഫ് വൺ ഇന്നർ ആംഗിൾ. ഒരു സമബഹുഭുജത്തിൻ്റെ അകക്കോണിൻ്റെ അളവ് പുറക്കോണിൻ്റെ അളവിൻ്റെ ഇരട്ടിയാണ്. ഒരു പുറംകോണിൻ്റെ അളവ് എത്ര? അകക്കോണിൻ്റെ അളവ് എത്ര? അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് ഔട്ടർ ആംഗിളിൻ്റെ ഡബിളാണ് ഇന്നർ ആംഗിൾ എന്നാണ്. അപ്പോൾ നമ്മൾ ഔട്ടർ ആംഗിളിനെ എന്തായി? എക്സ് ആക്കി എടുത്തു. ഇന്നർ ആംഗിളിനെ 2x ആക്കി എടുത്തു. അപ്പോൾ ഔട്ടറും ഇന്നറും കൂടി കൂട്ടിയാൽ എപ്പോഴും 180 ഡിഗ്രി ആണല്ലോ കിട്ടുക. അപ്പോൾ x + 2x = 180 ഡിഗ്രി. അപ്പോൾ എക്സിനെ 2xനെയും കൂട്ടി 3x = 180. x = 180 / 3. 180നെ 3 കൊണ്ട് നമ്മൾ ഹരിച്ചപ്പോൾ നമുക്ക് 60 ഡിഗ്രി കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 60 ഡിഗ്രിയാണ് ഔട്ടർ ആംഗിൾ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഔട്ടർ ആംഗിളാണ്. ഔട്ടർ ആംഗിൾ ആയതുകൊണ്ട് അത് 60 ഡിഗ്രി. ഇന്നർ എന്ന് പറയുന്നത് 60 × 2 120 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 60ഉം 120ഉം ആണ്. അപ്പം പുറംകോണിൻ്റെ അളവ് എത്രയാണ്? പുറംകോണിൻ്റെ അളവ് 60, അകക്കോണിൻ്റെ 120 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 100 rupee note was changed to 10 rupee notes and 20 rupee notes, 8 notes in all. If you take a number of 20 rupee notes as x, what is the number of 10 rupee notes? How many 10 rupee notes and 20 rupees note? 100 രൂപ ചില്ലറാക്കിയ 20ൻ്റെയും 10ൻ്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ നോട്ടുകൾ 8 എണ്ണം കിട്ടി. 20 രൂപ നോട്ടുകളുടെ എണ്ണം x എന്നെടുത്താൽ 10 രൂപ നോട്ടുകളുടെ എണ്ണം എത്ര? 20ൻ്റെയും 10ൻ്റെയും നോട്ടുകളുടെ എണ്ണം എത്ര വീതം? അപ്പോൾ നമ്മുടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 20 റുപ്പീനെ എക്സ് ആക്കി എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് 10 റുപ്പി നോട്ട്സ്? 10 രൂപ നോട്ട് എത്ര ആയിരിക്കുന്നു? അപ്പം 20 റുപ്പി നോട്ടിനെ എക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ 10 രൂപ നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 - x. അതായത് 100 രൂപ നമ്മൾ ചേഞ്ച് ആക്കിയതാണ്. അത് 10 റുപ്പി നോട്ട്സും 10 രൂപ നോട്ട്സും അതേപോലെ 20 രൂപ നോട്ട്സും ആക്കി. ഇനി നമ്പർ ഓഫ് 20 റുപ്പീസാണ് എത്ര? അപ്പോൾ 20 സ്വാഭാവികമായിട്ടൊരു 3 എണ്ണം ഉണ്ടെങ്കിൽ, അതായത് 3 20 60. നമ്മൾ 100 രൂപ ചില്ലറാക്കിയാൽ 10 ഏകദേശം എത്ര ഉണ്ടാവും? എത്ര നോട്ട് ഉണ്ടാവും? 4 നോട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 8 രൂപ നോട്ടിൻ്റെ ഇതാണ്. അപ്പോൾ നമുക്ക് എത്രയായിരിക്കും? 8 രൂപയാണ് നമുക്ക് മൊത്തം ഉള്ളത്. 8 നോട്ടുകളാണ്. 8 നോട്ടുകളാണ് നമുക്ക് ആകെ ഉള്ളത്. അതിൽ നിന്ന് 20 രൂപ നമ്മൾ നോട്ടുകളുടെ എണ്ണം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 10 രൂപയുടെ എണ്ണം കിട്ടി. അപ്പോൾ 8 - x ആദ്യത്തേത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്?
ഹൗ മെനി 10 റുപ്പി നോട്ട്സ് ആൻഡ് 20 റുപ്പി നോട്ട്സ്. അപ്പം 20 റുപ്പി നോട്ട്സ് എക്സ് ആണെന്ന് പറഞ്ഞു. അപ്പം 20 ഇൻറ്റു എക്സ് അങ്ങനെ തന്നെ എഴുതാം. പിന്നെ 8 മൈനസ് എക്സ് ആണ് എന്ത് 10 രൂപ നോട്ട്. അതിനെ 10 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്തു. ഇതെടുക്കുന്നതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എണ്ണമാണ് പറഞ്ഞത്. അതായത് 100 രൂപ ചില്ലറാക്കിയ 20ഉം 10ഉം കിട്ടും. അതിൻ്റെ എണ്ണമാണ് പറഞ്ഞത്. അത് ശ്രദ്ധിക്കാം. ഓക്കെ, 20 ഇൻറ്റു എക്സ്. അപ്പോൾ 20 എക്സ് തന്നെയാണ്. 8 മൈനസ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? 20 എക്സ് പ്ലസ് 8 മൈനസ് എക്സ് നമ്മൾ 10നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 80 മൈനസ് എക്സ് അതേപോലെ 10 എക്സ്. ഇങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ കിട്ടുക. ഓക്കെ, അപ്പോൾ 20 എക്സ് പ്ലസ് 80 മൈനസ് 10 എക്സ് ഇത്രയും കിട്ടി. അത് എന്തിനു സമമാണ്? 100 രൂപയ്ക്ക് സമമാണ് ഈ സംഭവങ്ങളൊക്കെ. ഇതിനൊന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 20 എക്സും മൈനസ് 10 എക്സും ഉണ്ട് അല്ലേ? 20 എക്സ് മൈനസ് 10 എക്സ് അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുറയ്ക്കാം. അപ്പം 10 എക്സ് കിട്ടി. അപ്പോൾ ആ കാര്യം കഴിഞ്ഞു. പിന്നെ ആരാ ഉള്ളത്? ഇവിടെ 80 ഉള്ളത്. 10 എക്സ് ഈക്വൽ ടു 80 ഈക്വൽ ടു 100. 10 എക്സ് ഈക്വൽ പ്ലസ് 80 ഈക്വൽ ടു 100. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 10 എക്സിനെ മാത്രം ഇങ്ങോട്ടാക്കുക. 100ൻ്റെ അടുത്തേക്ക് 80നെ പറഞ്ഞയച്ചാൽ എന്തായിരിക്കും? 80 മൈനസായി പോകും. അപ്പോൾ 10 എക്സ് ഈക്വൽ ടു എന്താണ്? 20. ഇനി എക്സ് ഈക്വൽ ടു എന്താണ്? 20/10. ദാറ്റ് ഈസ് 2. എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. ഇപ്പോൾ ഉത്തരം ശരിയാണോ? നോക്കൂ. ഇഫ് വി ടേക്ക് നമ്പർ ഓഫ് 20 റുപ്പി നോട്ട്സ് ആസ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2. 2 20 നോട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ 40 അല്ലേ? 2 20 നോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 40. നമ്മൾ 8 മൈനസ് എക്സ് എന്നാണ് 10നെ എടുത്തത്. അപ്പോൾ 8 മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 8 മൈനസ് 2 അതായത് 6. 6 10 രൂപ നോട്ട് ശരിയല്ല? 6 10 രൂപ നോട്ട് എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. എക്സ് 10ൻ്റെയും 20ൻ്റെയും ചില്ലറകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. എണ്ണമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സംഭവത്തിൽ തന്നെ കൺഫ്യൂഷൻ ആവരുത്. 8 നോട്ടുകളാണുള്ളത്. 100 രൂപ ചില്ലറ ആക്കിയപ്പോൾ 8 നോട്ടുകളാണ് നമുക്ക് കിട്ടിയത്. 8 നോട്ടുകളാണ് കിട്ടിയത്. അപ്പോൾ അതിൽ 10 രൂപയും ഉണ്ട്, അതിൽ 20 രൂപയും ഉണ്ട്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20 റുപ്പീസ് എക്സ് ആക്കി എടുത്താൽ 10 രൂപ നോട്ട് എന്ന് പറഞ്ഞാൽ 8 നിന്ന് എക്സ് കുറച്ച് അത് അവിടെയാണ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് 8 മൈനസ് എക്സ് 10 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 20 രൂപ എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. 11ാമത്തെ ചോദ്യം നോക്കാം. 2 right angled are given. Right triangles are given below. Length of 2 sides are given. Find the length of third side of each triangle. Write equal angles of triangle ABC and triangle PQR. ചിത്രത്തിൽ 2 മട്ടത്രികോണുകൾ തന്നിരിക്കുന്നു. കൂടാതെ അവയുടെ 2 വശങ്ങളുടെ നീളവും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഓരോ ത്രികോണത്തിന് മൂന്നാമത്തെ വശത്തിൻ്റെ നീളം കാണുക. ത്രികോണം ABC-യിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ ത്രികോണം PQR-ൽ കണ്ടുപിടിച്ച് എഴുതുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. ഇവിടെ 2 മട്ട ത്രികോണമായിരിക്കും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ട് ഏറ്റവും നീളം കൂടിയ വശം എന്തായിരിക്കും? ഏറ്റവും നീളം കൂടിയ വശത്തിൽ നിന്ന് ഏറ്റവും ചെറിയ വശം കൂട്ടി അതിൻ്റെ സ്ക്വയർ എടുത്ത് കൊടുത്ത് നമുക്ക് ആൻസർ കിട്ടും. അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇപ്പോൾ ഇവിടെ AC സ്ക്വയറാണ് നമ്മൾ കാണേണ്ടത്. AC സ്ക്വയർ കാണണമെങ്കിൽ നമ്മളെന്താണ് AB സ്ക്വയറും കണ്ട് അതേപോലെ BC സ്ക്വയറും കണ്ടാൽ മതി. അപ്പോൾ 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 6 സ്ക്വയർ എന്ന് പറയുന്നത് 36. 8 സ്ക്വയർ എന്ന് പറയുന്നത് 64. 36 64 എത്രയാണ്? 100. അപ്പോൾ ACൻ്റെ സ്ക്വയറാണ് 100. അപ്പോൾ AC കിട്ടണമെങ്കിൽ റൂട്ട് ഓഫ് 100. റൂട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഇവിടെ 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതും ചെയ്യണം. ഇതെന്താണ്? ഇത് ഈ ഒരു സൈഡ് തന്നിട്ടുണ്ട്. ഇതാണ് കർണ ഹൈപ്പോട്ടന്യൂസ്, അതായത് ഏറ്റവും നീളം കൂടിയ വശം. അപ്പോൾ നീളം കൂടിയ വശം തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഈ നീളം കുറവുള്ള വശങ്ങൾ കാണാൻ നീളം കൂടിയ വശത്ത് നിന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ PR ആണുള്ളത്. PR
സ്ക്വയർ മൈനസ് പി ക്യു സ്ക്വയർ. അതാണ് നമ്മുടെ ഈ ആർ ക്യു വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പി ആർ സ്ക്വയർ എന്ന് പറയുന്നത് 100 സ്ക്വയർ മൈനസ് 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 36 സ്ക്വയർ. അതാണ് ക്യു ആർ സ്ക്വയർ വരുന്നത്, ആർ ക്യു. അപ്പോൾ നമ്മൾ 100, അപ്പോൾ 100 കിട്ടി. 6ൻ്റെ സ്ക്വയർ 36 കിട്ടി. 100ന്ന് 36 കുറച്ച് 64 അല്ലേ. അപ്പോൾ √64 എന്ന് പറയുന്നത് 8 അപ്പോൾ ഇവിടെ എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. ഇനി വേറെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവ തമ്മിലുള്ള എന്താണ് ആംഗിൾ ഈക്വൽ ട്രയാങ്കിൾ ഓഫ് ആംഗിൾ എ ബി സി ആൻഡ് പി ക്യു ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ്? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യു ആണ്. ആംഗിൾ ബി ഈക്വൽ ടു, അതായത് ഏറ്റവും നീളം കൂടിയ വശം അതെടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എത്രയാണ്? ആംഗിൾ ബി. അതേപോലെ ഇവിടെയും ഏറ്റവും നീളം കൂടിയ വശം എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ്? ആംഗിൾ ക്യു. അതാണ് ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും എന്താണ്? ഈക്വലാണ്. അതേപോലെ തന്നെ ഇനി അടുത്തത് നമുക്ക് എടുക്കണമെങ്കിൽ അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് നോക്കൂ, ബി സി എടുക്കാം. ബി സിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ആംഗിൾ എ ആണ്. ഓക്കെ, ഇവിടെ ബി സിക്ക് ഈക്വലായിട്ടുള്ളത് ക്യു ആർ ആണ്. ക്യു ആറിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ പി ആണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി. ഇനി അടുത്തുള്ളത് ആംഗിൾ സി ആണ്. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ കോൺ എ ഒ ബി ഈക്വൽ ടു 71 ഡിഗ്രി. എത്രയാണ്? 71 ഡിഗ്രിയാണ്. ഒ സി സമഭാജിയാണ്. കോൺ എ ഒ ബിയുടെ സമഭാജിയാണ് ഒ സി. കോൺ എ ഒ സിയുടെ അളവ് എത്രയാണ്? പി ക്യു ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ, കോൺ പി 35 ഡിഗ്രി, കോൺ ക്യു 60 ഡിഗ്രി ആയ ത്രികോണം പി ക്യു ആർ നിർമ്മിക്കുക. അപ്പോൾ നോക്കൂ, ഇൻ ദ ഫിഗർ കോൺ ആംഗിൾ എ ഒ ബി 71 ഡിഗ്രി, ഒ സി ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ ഒ ബി. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് ഇവിടെ 1/2 ഓഫ് 71 ആണ്. അതായത് ബൈസെക്ടർ ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ എ ഒ സി. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എ ഒ ബി എന്ന് പറയുന്നത് 71. ഇതിനെ ഇവിടെ വെച്ച് നടുക്ക് വെച്ചിട്ട് ബൈസെക്റ്റ് ചെയ്തു, സമമായിട്ട് ഭാഗിച്ചു. അപ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ പകുതിയായിരിക്കും, 71ൻ്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ എ ഒ ബി എ ഒ സി എന്ന് പറയുന്നത്. അപ്പോൾ എ ഒ സി കാണാൻ നമ്മൾ എന്തായാലും 71ൻ്റെ പകുതി കാണുക. 71ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 35 ഡിഗ്രിയാണ്. സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്തത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിക്കുക. നോക്കാം. ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 3 meters മോർ ദാൻ 2 times ദ ബ്രെഡ്ത്ത്. പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് 36 meter. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ 3 meter മോർ ദാൻ 2 times ഓഫ് ദ ബ്രെഡ്ത്ത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ലെങ്ത്തും ബ്രെഡ്ത്തും 3 times, അതായത് ഒരു എക്സ് എന്ന് എടുക്കാം നമുക്ക്. എക്സ് എടുത്തു, 2 times ദ ബ്രെഡ്ത്ത്. ബ്രെഡ്ത്തിനെ എക്സ് ആക്കി എടുത്ത് 2 times എന്ന് പറയുമ്പം 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2x. അതിനോട് 3 meters ലോങ് എന്ന് പറഞ്ഞാൽ 3 കൂട്ടി, അതാണ് ബ്രെഡ്ത്ത്. ഓക്കെ, അതാണ് ബ്രെഡ്ത്ത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത്, ലെങ്ത്ത് എന്ന് പറയുന്നത് 2x + 3. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ നമ്മൾക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും എത്ര എന്നാണ് ചോദിച്ചത്. പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ 36 meter. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ നിങ്ങൾക്കറിയില്ല 2 × L+B ആയിരിക്കും. അതായത് L+Bൻ്റെ 2 മടങ്ങ്. ഇവിടെ L+B എന്ന് പറയുന്നത് എത്രയാണ്? 36 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2L+B എന്ന് പറയുന്നത് 36. ഇപ്പോൾ 2L+B എന്ന് പറയുന്നത് 36 meter ആണ്. അപ്പോൾ L+Bനെ മാത്രം കണ്ട 36 / 2, അത് 18 ഡിഗ്രി. അപ്പോൾ നമുക്ക് L+B, അതായത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? 18 ഡിഗ്രി. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കാണണം. അപ്പോൾ ലെങ്ത്ത് നേരത്തെ നമ്മൾ കണ്ടുവച്ചു അല്ലേ? ലെങ്ത്ത് എത്രയാണ്? ലെങ്ത്ത് 2x + 3 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് x ആണ്. ഇനി നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാം.
അപ്പോൾ 2x പ്ലസ് 3 അതേപോലെ തന്നെ എക്സും കൂട്ടിയ അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയ 18. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് കൂട്ടാം. 2x ഒരു എക്സും കൂട്ടിയാൽ 3x പ്ലസ് 3 ഈക്വൽ ടു 18. ഇപ്പോൾ 3x മാത്രം ആക്കി അപ്പോൾ 18 അങ്ങോട്ട് പോയി 3 അങ്ങോട്ട് പോയി 18 മൈനസ് 3 അത് 15 ആയി. ഇനി 3x ഈക്വൽ ടു 15. അപ്പോൾ x ഈക്വൽ ടു 15/3. അപ്പോൾ x ഈക്വൽ ടു എത്ര കിട്ടി? 5 കിട്ടി. x 5 കിട്ടിയാൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5. അതേപോലെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2x പ്ലസ് 3 ആണ്. അതായത് 2 ഗുണിക്കണം 5 10, 10 കൂട്ടണം 3 13. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് ഇൻ ദ ഫിഗർ എ റെഗുലർ ഹെക്സാഗൺ, റെഗുലർ പോളിഗൺ ആൻഡ് സ്ക്വയർ പുട്ട് ടുഗദർ. അതായത് മെഷേഴ്സ് ഓഫ് ആംഗിൾ AQR എഴുതണം, AQB എഴുതണം, PQB എഴുതണം. ഫൈൻഡ് ദ മെഷർ ഓഫ് PQR. സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ AQR എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും? നമുക്ക് നോക്കാനൊന്നുമില്ല, 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ AQR എന്തായിരിക്കും? 90 ഡിഗ്രിയാണ് AQR. അതായത് ഇവിടെ കണ്ടില്ല, ഇത് 90 ഡിഗ്രിയാണ്, കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? AQR